ഹായ്, ഇന്ന് ഡേ 86 ആയിരുന്നു. അപ്പോൾ ഈവനിങ് ടൈം ആയിരുന്നു നമ്മളെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് സെറ്റ് പുഷപ്സ്, ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ്, സെക്കൻഡ് സെറ്റ് പുള്ളപ്സ്, ദെൻ നമ്മൾ ബാക്ക് ഫ്ലിപ്പാണ്. ബാക്ക് ഫ്ലിപ്പ് എന്നൊരു ചെറിയ സപ്പോർട്ട് കൊടുത്താണ് ചെയ്തത്. ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്, നിന്നിട്ട് സ്റ്റാൻഡിങ് ചെയ്യുന്നതിനെക്കാട്ടി കുറേ കൂടി എളുപ്പമാണ്. ബട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. നമുക്ക് എല്ലാ രീതിയിലും ട്രൈ ചെയ്യണം, വെറൈറ്റിയൊക്കെ ട്രൈ ചെയ്യണം. സോ അതുകൊണ്ട് നോക്കിയതേ ഉള്ളൂ. എന്തായാലും അങ്ങനെ നമ്മൾ 10 ബാക്ക് ഫ്ലിപ്പും കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, പക്ഷേ ഇത് കട്ടിത്തറയിലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി ചെറിയൊരു ടെൻഷൻ. സോ അതുകൊണ്ടായിരിക്കാം മേ ബി ഫുള്ള് പ്രോപ്പർ വരാത്തത്. അങ്ങനെ നമ്മൾ തേർഡ് സെറ്റ് പുള്ളപ്സും, സെക്കൻഡ് സെറ്റ് പുഷപ്സും, ദെൻ ഫോർത്ത് സെറ്റ് പുള്ളപ്സും, തേർഡ് സെറ്റ് പുഷപ്സും, ലാസ്റ്റ് സെറ്റ് പുള്ളപ്സും കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മൾ 100 പുള്ളപ്സ് ഫിനിഷ് ആയി. ദെൻ നമ്മൾ 400 പുഷപ്സ്, ലാസ്റ്റ് 1000 പഞ്ചസും നമ്മൾ ചെയ്തു. 1000 പഞ്ചസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം പവർ കൊടുക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ 1000 പഞ്ചസ് ഫിനിഷ് ചെയ്ത് ഞാൻ ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ് 500 പുഷപ്സും കംപ്ലീറ്റ് ആയി. എന്താണോ നിങ്ങളുടെ ശീലങ്ങൾ അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. സോ ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക. നാളത്തെ വലിയ വലിയ വിജയങ്ങളുടെ ഫസ്റ്റ് തുടക്കം ഡിസിപ്ലിനാണ്. സ്റ്റേ ഫിറ്റ്. ശേഷം 50 ബർപ്പീസ് ആയിരുന്നു. 50 ബർപ്പീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ശേഷം ഹാൻഡ് സ്റ്റാൻഡ് വാക്കിംഗ് ആയിരുന്നു 25 മീറ്റർ. 5 മീറ്ററിൻ്റെ ഫൈറ്റായി നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് 25 മീറ്റർ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ് ഇന്ന് സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാമെന്ന് കരുതി. സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാന്ന് വെച്ചാൽ അത് ഞാൻ നോർമലി ഒരു കംഫർട്ട് സോണിലായിരുന്നു, സപ്പോർട്ട് കൊടുത്ത് ചെയ്ത് ശീലിച്ചുകൊണ്ട് ഇതിപ്പോൾ ഒരു ബാലൻസ് കിട്ടുന്നില്ല. 20 ആയതേ ഉള്ളൂ, 5 മോർ ഉണ്ട്. ഫസ്റ്റ് സെറ്റിൽ നമുക്ക് 3 കൗണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ലാസ്റ്റ് 5 ആയപ്പോൾ നമ്മൾ 5 ഒരുമിച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ സപ്പോർട്ടില്ലാതെ തന്നെ ചെയ്താലേ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകത്തുള്ളൂ. മാത്രമല്ല നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. ഏത് സാധനം ചെയ്താലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താലേ അതിനൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ 5 ആണ് എൻ്റെ മാക്സിമം കൗണ്ട് വന്നേക്കുന്നത്. എന്തായാലും ലാസ്റ്റൊക്കെ ആകുമ്പോൾ 25ഉം സപ്പോർട്ടില്ലാതെ ചെയ്യണമെന്നാണ് ആഗ്രഹം. നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല റെസ്റ്റ് കൊടുക്കുക. സ്റ്റേ ഫിറ്റ്.